ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിട്ട് 2 വർഷം പൂർത്തിയാവാണ്. ഈ 2 വർഷത്തിലുള്ള ഒരു 5ാമത്തെ വേർഷൻ എന്ന് പറയാം നമ്മുടെ ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ്, മോഡിഫിക്കേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് നമുക്ക് എത്ര രൂപ ഇതിനു വേണ്ടി ചിലവായി എന്നുള്ളതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടി 2013 മോഡൽ ZLX വണ്ടിയാണ്. ഞാൻ വണ്ടി എടുത്തത് 2023 ജനുവരിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റ് കളറായിരുന്നു. അതുപോലെ ഈ വണ്ടിയുടെ ലുക്കേ വേറെ ആയിരുന്നു. അതാണ് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയാം. ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാവാണ്. അപ്പോൾ ഇതുവരെയുള്ളതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടി ഞാൻ എടുക്കുമ്പോൾ ഈ വണ്ടിയോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട് എടുത്തതൊന്നുമല്ല. എൻ്റെ ഒരു മനസ്സിലൊരു താറൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ആ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തു. ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം തോന്നിയതും ഈ വണ്ടീനെ നമുക്ക് കൂടുതൽ മോഡിഫൈ ചെയ്യാനുള്ള ആ ഒരു വണ്ടി ഭ്രാന്ത് വന്നതൊക്കെ ഈ ഒരു വണ്ടി എടുത്ത പിന്നെയാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തപ്പോൾ ഇതുവരെ ഉണ്ടായ കുറച്ച് നല്ല എക്സ്പീരിയൻസും കുറച്ച് ബാഡ് എക്സ്പീരിയൻസും, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എന്തൊക്കെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ച പോലെ മൈലേജും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ നല്ല കാര്യങ്ങൾ പറയാം. എനിക്കിതിൽ നല്ല കാര്യമായിട്ട് തോന്നിയത് എന്താ പറയുക, ഈ ഒരു ജീപ്പ് ടൈപ്പ് വണ്ടികൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ താറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് 3 ഡോറായിരുന്നു താറ്. ഇത് 5 ഡോർ ആയതുകൊണ്ട് നമുക്ക് ഫാമിലിക്ക് പോകാനും 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ വലിയ വലിയ ഇന്നോവകളിലൊക്കെ പോകണ ആ ഒരു കംഫർട്ടിലല്ല. ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡ്രൈവ് ചെയ്യാൻ അടിപൊളി വണ്ടിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെയിൻ്റനൻസിലാണ്ട് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ബൊലേറോ എന്നുള്ള വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പയ്യെ ഇഷ്ടപ്പെട്ടു. ആ ഒരു മോഡൽ വണ്ടിയാണ് ഈ ഒരു ബൊലേറോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് വണ്ടിയുടെ മൈലേജ്. അതും ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് 2013 മോഡൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്, 2500 cc വണ്ടിയാണ്. ഈ വണ്ടിക്ക് എനിക്ക് ഫസ്റ്റ് ഞാൻ വണ്ടി എടുത്ത ടൈമിൽ ഈ ഒരു ടയർ മാറ്റണതിന് മുമ്പ് വരെ എനിക്കൊരു 18-17 ആവറേജ് മൈലേജ് കിട്ടാറുണ്ട്. ആവറേജ് മൈലേജ് അത് നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ഷുവറായിട്ട് കിട്ടും. അല്ലെങ്കിലും നമുക്കൊരു 15-14 ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ റിമ്മും ടയറൊക്കെ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് നമുക്ക് മൈലേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 13-14 ആവറേജ് മൈലേജ് കിട്ടുന്നത്. എങ്കിൽ പോലും അത് എനിക്കൊരു നല്ല മൈലേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തേണേ. അപ്പോൾ ആ ഒരു രീതിയിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നല്ല പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ചോദിക്കുന്ന പോലെ നമ്മളൊരു വണ്ടി എടുത്തിട്ട് നമുക്കുണ്ടായ ഒരു ബാഡ് എന്തെങ്കിലും വണ്ടിയിൽ തോന്നിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിയിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്രയും താറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും വില കുറവായതുകൊണ്ടും അതിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ എന്തായാലും ഈ വണ്ടിയിൽ ഉണ്ടാവും. അപ്പോൾ ഒരു 2013 മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 11 വർഷമായ വണ്ടിയാണ്. അതിലുണ്ടാവേണ്ട ചെറിയ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബൊലേറോ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, മേജർ പ്രശ്നം എല്ലാവരും പറയുന്ന പോലെ ഇതിൻ്റെ തുരുമ്പാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ തുരുമ്പ് പിടിക്കുന്ന ബോഡിയാണ് ഈ ഒരു വണ്ടിയുടെ. അത് ഒരു നെഗറ്റീവാണ്. എന്തായാലും എല്ലാവരും പറയുന്ന തുരുമ്പ് പെട്ടി എന്ന് വരെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോൾ ജോയിൻ്റ് ആണ്. കാരണം മറ്റുള്ള വണ്ടികളെ പോലെയല്ല, ഈ വണ്ടിയുടെ ബോൾ ജോയിൻറ്റ് പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. എൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയുന്നത്, നമ്മുടെ വീഡിയോന് റീച്ച് ഇട്ടാനുള്ള ഒരു നല്ല കാര്യം കൂടി പറയുന്നത്, നമ്മളെന്നാൽ 3 ട്രിപ്പ് പോയപ്പോൾ നമുക്ക് ആ ഒരു ഹൈ റേഞ്ചിൽ വെച്ച് ബോൾ ജോയിൻറ്റ് പോയി വണ്ടി കിടന്ന ഒരു അവസ്ഥയാണ്. അതൊരു നല്ല അവസ്ഥയാണ്. നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അതൊരു നല്ല രീതിയിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റി. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ്, ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ വഴിയിൽ കിടക്കേണ്ടി വരുന്നത് വളരെ മോശം അവസ്ഥയായിരിക്കും. പക്ഷെ അത് എന്തായാലും ഈ യൂസറിന് മാറ്റാവുന്നുള്ളൂ. കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത്ര ഒരു 50,000-40,000 കിലോമീറ്ററിലൊക്കെ മാറുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ടയറിൻ്റെ ഒരു ഇതും നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്റ്റൈലൊക്കെ അനുസരിച്ച് അതിൻ്റെ ലൈഫ് കുറവായിരിക്കും. അപ്പോൾ ബോൾ ജോയിൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതും ആ ഒരു തുരുമ്പാണ് മേജർ പ്രശ്നങ്ങൾ പറയാനുള്ളത്. പിന്നെ 2013 വണ്ടി ആയതുകൊണ്ട് ഏതൊരു വണ്ടിയിലുണ്ടാവുന്ന പല ചെറിയ പ്രശ്നങ്ങളും വണ്ടികൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇടയ്ക്കൊരു എനിക്കിതുവരെ അങ്ങനെ വലിയ അനുഭവം എന്ന് പറയാനുള്ളത് ആകെ ഈ ഒരു ബോൾ ജോയിൻറ്റ് പോയതും പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും മറ്റേ വണ്ടി ചെളിയിൽ പോയത്. അത് നോർമലി ഈ വണ്ടിയുടെ പ്രശ്നമല്ല, വണ്ടിയുടെ ടയർ ശരിക്കും തേഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ ആ ഒരു ടെറൈൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഒരു സ്ഥലത്ത് ശരിക്കും കുഴിഞ്ഞ് പോയതാണ്.
പിന്നെ പറയാനുള്ളത്, ഒരു ദിവസം നമുക്കിങ്ങനെ വാർണിംഗ് ലൈറ്റ് വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്തൊരു അവസ്ഥ വന്നു. അത് ബാറ്ററിയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണക്ഷൻ്റെ. അത് റെഡി ആയിപ്പോൾ അതും ഓക്കെ. അതിന് നമുക്ക് വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഒരു ബോഡി റോളിങ്, അത് നോർമലി ഇപ്പോൾ നമ്മൾ ഒരു 7 സീറ്റർ വണ്ടി, ഒരു ഇന്നോവയൊക്കെ എക്സ്പെക്ട് ചെയ്ത് വാങ്ങുന്നവർക്ക് എന്തായാലും പറ്റില്ല. കാരണം അത്രയും ഒരു കംഫർട്ട്, ഒരു ഫാമിലി എക്സ്പീരിയൻസ് അല്ല ഈ ഒരു വണ്ടിയിലുള്ളത്. ഇത് കുറച്ച് റഫാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫീലാണ് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി ഇഷ്ടപ്പെടും. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ ബ്രേക്കിങ്. അത് നമ്മൾ നല്ലൊരു സ്പീഡിൽ പോയിട്ട് വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സെറ്റപ്പ് അല്ല. അതിൻ്റെ ബ്രേക്കിങ്ങിനൊക്കെ ചെറുതായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. അത് ജീപ്പ് ടൈപ്പ് വണ്ടികൾ ഓടിക്കുന്ന എല്ലാവർക്കും തന്നെ അത് അറിയാമായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം ഏതൊരു ടെറയിലും ഇത് കയറി പോകും. ഇത് 4 വീൽ ഡ്രൈവ് അല്ല കേട്ടോ, ഇത് 2 വീൽ റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. എങ്കിൽ പോലും നമുക്ക് പല സ്ഥലത്തും പേടിക്കാണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ടയറൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടി. ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡിഫിക്കേഷൻ്റെ 5ാമത്തെ വേർഷനാണ്. അത് ഞാൻ പറയുന്നത് കൂടി നമുക്ക് ആ വണ്ടി കിട്ടിയപ്പോൾ ഉള്ള സ്റ്റേജ് വെച്ചിട്ടാണ്. നമുക്ക് വണ്ടി കിട്ടിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ടിലൊരു ക്രോം പ്ലേറ്റഡ് സാധനമൊക്കെ വെച്ചിട്ട് ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം ആ ഒരു എന്താ പറയുക, സ്റ്റോക്ക് കണ്ടീഷനിലിരുന്നൊരു വണ്ടിയാണ്. അതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇൻറ്റീരിയറിൻ്റെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളാണ്. എന്നിട്ട് ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റി, എന്നിട്ട് ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വെർഷൻ. അതാണ് നമ്മുടെ സെക്കൻഡ് വെർഷൻ. അതും വൈറ്റ് കളർ തന്നെയായിരുന്നു ആ ഒരു വെർഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് വണ്ടിയോടുള്ള ഒരു ഇഷ്ടം വന്ന്, നിങ്ങൾക്കറിയാലോ നമ്മുടെ വണ്ടി റീച്ച് ആവണത് നമ്മുടെ ആ ഒരു ബോൾ ജോയിൻറ്റ് പോയ കേസും, അതുപോലെ വണ്ടി ടയറ് പോയി എന്താ പറയുക, ടയറ് ചെളിയിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. അതിനുശേഷം വണ്ടി എന്താ പറയുക, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും ഈ വണ്ടി നമുക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്ത് പാർട്സിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും, ഇത് മെക്കാനിക്കിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും, എന്താണെങ്കിലും ഈ ഒരു വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയെടുക്കാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ ഈ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് കൂടി വന്നതും ആ ഒരു ടൈമിലാണ്. പിന്നെ നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ഈ വണ്ടിക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതാണ് നമ്മുടെ 3rd വെർഷൻ. നമ്മൾ വണ്ടി ഫുൾ ബ്ലാക്ക് കളറിലേക്ക് മാറ്റി, അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് മാറ്റി, കാരിയർ വെച്ചു, പിന്നെ അത്യാവശ്യം ക്രോം എല്ലാം മാറ്റി ഡീക്രോം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിപ്പിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നത്തെ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, നമ്മൾ സ്നോർക്കൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഹെല്ലയുടെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വേർഷനാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു 4th വേർഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അത് ഒരുപാട് റീൽസും ഒരുപാട് വീഡിയോസും നമ്മൾ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് നല്ലതും, ചിലവർ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് എന്താ പറയുക, സ്റ്റാർട്ടിങ് തുടങ്ങി ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. അതാണ് നമ്മുടെ 5th വേർഷൻ, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള വേർഷൻ. ഇത് നമ്മൾ പുതിയ മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് ആ പുതിയ ലോഗോ അടക്കം ഈ ഒരു വണ്ടിയിൽ കാണാം. കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ബോണറ്റിൻ്റെ പോർഷൻ ഫുൾ കംപ്ലീറ്റ് നമ്മൾ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അതായത് നിങ്ങൾക്ക് ഈ പുതിയ ഹെഡ്ലൈറ്റ് കാണാം, ഗ്രില്ല്, ഈ ബോണറ്റ് അടക്കം നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബമ്പർ, ഫോഗ് ലൈറ്റ് നമ്മളൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇതിപ്പോൾ പഴയതാണ്, നമ്മൾ പുതിയത് വയ്ക്കുന്നുണ്ട്. ഇനി എല്ലാവരും ഒരുപാട് പേര് ചോദിച്ച പോലെ നമുക്ക് ഇതുവരെ എത്ര രൂപ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വെർഷൻ നമ്മൾ വണ്ടി എടുത്ത വെർഷനാണ്. അപ്പോൾ അതിന് ചിലവായെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ വണ്ടി വാങ്ങിച്ച ചിലവ് തന്നെയാണ് അതിൻ്റെ ചിലവ് എന്ന് പറയാനുള്ളത്. കാരണം പുതിയ അലോയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ റേറ്റ് കൂടിയും അഡീഷണലി കൊടുത്ത് ആ ഒരു എമൗണ്ടിലാണ് വണ്ടി എടുത്തത്. പിന്നെ പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് അതിൽ ചെയ്ത മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, വണ്ടിയിൽ കയറിയപ്പോൾ ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആ ഇൻറ്റീരിയർ ഉള്ളിലിരുന്നുള്ള ഒരു ഫീല് മാറ്റണം എന്നാണ് ആദ്യം തന്നെ തോന്നി. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളറായിരുന്നു. ആ ഒരു അലോയ് വീലൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ഫസ്റ്റ് ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞാൽ സീറ്റ് കവർ നമ്മൾ ഫുള്ള് മാറ്റി. ആ സീറ്റിൻ്റെ ഫുൾ മാറ്റി നല്ല എന്താ പറയുക ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ആക്കി. അതുപോലെ റൂഫിങ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആക്കി, കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കാനുള്ള ഒരു പരിപാടി നമ്മൾ അപ്പോഴേ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത്, നമ്മൾ ഇൻറ്റീരിയറിൽ എന്താ പറയുക ആൻഡ്രോയിഡ് സ്റ്റീരിയോ അപ്ഡേറ്റ് ചെയ്തു, നമ്മൾ സ്പീക്കർ അപ്ഗ്രേഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഡാഷ് ക്യാം കൊണ്ടുവന്നു. അങ്ങനെ ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ ഇനിഷ്യലി ചിലവാക്കിയിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ വൈറ്റായിട്ട് ഒരുപാട് നാൾ ആ ഒരു വണ്ടി കൊണ്ടുനടന്നിട്ടുണ്ട്. അതിനുശേഷം
കൊണ്ടുവന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അതായത് നമ്മൾ കംപ്ലീറ്റ് കളർ ചേഞ്ചും അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് കാരിയർ ഒരുപാട് എന്താ പറയുക ഹെഡ്ലൈറ്റ് ടെയിൽ ലൈറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തി എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് നല്ലൊരു മോഡിഫിക്കേഷൻ ചേഞ്ചസ് നമുക്ക് എമൗണ്ടിലും വന്നിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം നമ്മൾ അതിനുവേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ലക്ഷത്തിൻ്റെ എന്തായിരിക്കും എന്നായിരിക്കും. 3 ലക്ഷത്തിൽ പറയാനുള്ളത് നമ്മൾ കംപ്ലീറ്റ് കളർ ചേഞ്ച് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാച്ച് വർക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു, അതിന് വന്നു. പിന്നെ നമ്മൾ എന്താ പറയുക ഒരുപാട് ചെറിയ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, പാർട്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നു. പിന്നെ ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ എന്താ പറയുക പണ്ടത്തെ ആ ഒരു അലോയ് നമ്മൾ മാറ്റിയിട്ട് ഓഫ് റോഡ് റിമ്മും അതുപോലെ തന്നെ മാക്സിസിൻ്റെ ടയറും വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മാക്സിസിൻ്റെ ടയറിനും അതുപോലെ റിമ്മിനും കൂട്ടി തന്നെ 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ ഒരുപാട് ഡിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് ഈ ഒരു ടൈമിലാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ A to Z നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. 4th വേർഷൻ എന്ന് പറയുന്ന ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. നമ്മൾ ഹെല്ലയുടെ ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചു, പിന്നെ ഒരു എന്താ പറയുക സ്നോർക്കിൽ വെച്ചു, പിന്നെ ചെറിയ അപ്ഡേഷൻസ് ആയിരുന്നു. അതിന് നമുക്ക് ഏകദേശം ഒരു 10-15 രൂപയുടെ ഉള്ളിൽ ചിലവ് വന്നിട്ടുണ്ടാവുള്ളൂ. 15 അല്ല ഒരു 20-ന് ഉള്ളിലാണ് നമുക്ക് അതിന് ചിലവ് വന്നിട്ടുള്ളത്. അതൊരു ചെറിയ അപ്ഡേറ്റ് ആയിരുന്നു. 5th വെർഷൻ അതായത് ഇപ്പോൾ ഉള്ള വെർഷൻ, ഈ ഒരു വെർഷൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്താണ്. ഞാൻ തൊട്ട് മുമ്പത്തെ വെർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫിറ്റിങ്സ് വന്നിട്ട് എന്താ പറയുക ഒരുപാട് കാരിയറും ഹെഡ്ലൈറ്റും അപ്പുറം സ്നോർക്കലും എല്ലാം കൂടി വന്നിട്ട് ഒരുപാട് ഓവർ ഫിറ്റിങ്സ് ചെയ്തൊരു ഫീല് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീലിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് പുതിയൊരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നാൽ കുറച്ചുകൂടി ഒരു സെറ്റപ്പായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. ഇത് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ തന്നെ കാരിയർ നമ്മൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരിയർ എന്തുകൊണ്ടാണ് മാറ്റിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാരിയർ മാറ്റിയിട്ട് വേറൊരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ഒരു കംപ്ലീറ്റ് വെർഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളത് അടുത്ത വെർഷനായിട്ട് 6th വെർഷനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു അടിപൊളി വെർഷൻ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പോൾ അതിനെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. ഇനി നിങ്ങളെല്ലാവരും ഒരുപാട് ബൊലേറോ യൂസേഴ്സ് ചോദിച്ചാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റിന് നമുക്ക് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ ഒരു ബോണറ്റ് അടക്കം ഞാൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാർട്സിന് മാത്രം നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയുടെ ചിലവ് വരും. ഇത് 2013 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് പാർട്സിന് മാത്രം അത്ര ചിലവ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഇതിൽ വർക്കിംഗ് കോസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫിറ്റിംഗ് അത്യാവശ്യം പണിയുള്ള ഒരു കാര്യമാണ്. ഒരു 20,000 രൂപയുടെ അടുത്ത് അതിന് ഫിറ്റിങ്സിന് നമുക്ക് ചിലവ് വരും. പിന്നെ പെയിൻറ്റിങ്ങിനും ഏകദേശം 20 രൂപയുടെ ഉള്ളിൽ നമുക്ക് എന്തായാലും ചിലവ് വരും. ഏകദേശം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 60-20 ഒരു 1 ലാഖിൻ്റെ അടുത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവ് വരും. അപ്പോൾ ഇതും ഒരു വലിയ ബിഗ് അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി വരുന്ന ഒരുപാട് ചേഞ്ചസ് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനുണ്ട്. എന്നാലേ നമുക്കിതൊരു കംപ്ലീറ്റ് ഫുള്ളി മോഡിഫൈഡ് ആവുള്ളൂ. ഇപ്പോൾ ഒരു സിമ്പിൾ വെർഷൻ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തൊരു വെർഷനാണ് നമ്മൾ ചെയ്തത്. ഇതിൽ പറയാൻ മറന്നുപോയ കുറച്ച് കാര്യങ്ങളുള്ളത്, ബാക്കിലെ ടൈൽ ലൈറ്റ് മാത്രമാണ് ബാക്ക് സൈഡിൽ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 2013 വണ്ടി ഈ മോഡലാക്കാൻ വേണ്ടിയാണ് നമുക്ക് അത്ര ചിലവ് വന്നത്. അതിൻ്റെ ഇടയിൽ വന്ന ഓരോ വേർഷൻസിനും നമുക്ക് ഇത്ര ചിലവ് വന്നിട്ടുണ്ട്. പല വേർഷൻ നമ്മൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല നമ്മൾ മാറ്റുന്നത്. ശരിക്കും ഒരു വണ്ടി പ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക നമ്മൾ നാളെ എന്നാൽ ഇത് മതി, ഈ ഒരു വർഷം മതി, ഇനി ഒന്നും ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് കൺസെപ്റ്റിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും വണ്ടിപ്രാന്ത് എന്ന് പറയുന്നത് അത് തന്നെയാണെന്ന് എനിക്കും മനസ്സിലായത് ആ ഒരു ഇതിലാണ്. കാരണം നമ്മൾ അത്രയും ചിലവാക്കി ഒരു എന്താ പറയുക ബ്ലാക്കിൻ്റെ ഫസ്റ്റ് വേർഷന് അത്രയും ചിലവായി എന്ന് പറയില്ലേ. അപ്പോൾ അത് ഇന്ന് വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നത് ശരിക്കും ഒരു പ്രാന്ത് തന്നെയാണ്. പലരും ചോദിക്കും ചിലപ്പോൾ നീ ഒരു ബൊലേറോ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വണ്ടി എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 ലക്ഷത്തിൻ്റെ അടുത്തോളം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇത്രയധികം എന്താ പറയുക മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലരും ചോദിക്കും ഇതിനും വേറെ നിങ്ങൾക്ക് വേറൊരു വണ്ടി എടുത്താൽ പോരുന്നത്. ശരിക്കും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും എമൗണ്ട് ഇതിൽ ചിലവാക്കാമെങ്കിൽ ഇതല്ല വണ്ടി എടുത്തതും വണ്ടിയുടെ ഒരു മോഡിഫിക്കേഷൻസ് കൂട്ടി വലിയൊരു വണ്ടി നമുക്ക് എടുക്കാൻ പാടില്ല. പക്ഷേ അതിൽ ഒരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. കാരണം നമ്മൾ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നവരാണ് നമ്മൾ വണ്ടി പ്രാന്തെന്ന് വിളിക്കാൻ കാരണം ശരിക്കും ആ ഒരു പ്രാന്തമുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഇതിന് പകരം വേറൊരു വണ്ടി എടുത്തെങ്കിലും ഈ ഒരു വണ്ടി പ്രാന്തനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സ്പെൻസ് അല്ല ഇതിൽ കൂടുതൽ ചിലപ്പോൾ നമ്മൾ ആ വണ്ടിയുമേ ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതിനേക്കാൾ വലിയ വണ്ടി എടുത്താൽ പോരുന്നത്. ശരിക്കും എന്താ പറയുക നമുക്ക് കിട്ടുന്ന വണ്ടി നമ്മൾ പണിത് ആ ഒരു നമ്മുടെ ഒരു ഇഷ്ടത്തിന് പണിത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. അതിപ്പോൾ എത്ര ലക്ഷം രൂപയുടെ വണ്ടി എടുത്താലും എത്ര വലിയ വണ്ടി എടുത്താലും നമ്മൾ അതിൽ വീണ്ടും പണിയും. അപ്പോഴും എക്സ്പെൻസ് കൂടും. അപ്പോഴും ആൾക്കാർ ചോദിക്കും. നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വണ്ടി നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ അങ്ങോട്ട് പണിത് കൊണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്.
പിന്നെ ഇനി എന്താ പറയുക, വണ്ടിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ വീട് പണിയുടെ തിരക്കിലായതുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് വണ്ടികളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടിപ്രാന്തന്മാർ ഇഷ്ടപ്പെടുന്ന വണ്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വണ്ടികളുടെ യൂസർ റിവ്യൂ നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം എന്താ പറയുക യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിഞ്ഞെടുക്കുക എന്നുള്ളത് എപ്പോഴും ഒരു വണ്ടിപ്രാന്തന്മാരുടെ ഒരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ വീടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ വീട് പണിയുടെ എക്സ്പീരിയൻസ്, ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ സൈക്ലോ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ബൈ ബൈ.